കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമില്ലെങ്കിൽ കുടുംബം കുടുംബമായി മാറും. ഇത് നാം പല കുടുംബങ്ങളും കലഹത്താൽ വേർതിരിക്കുകയാണ്. കുടുംബത്തിലെ താളപ്പിഴകളെല്ലാം നിങ്ങളെയും മാനസികമായും ശാരീരികമായും ബാധിക്കും. കുടുംബത്തിൽ പരസ്പരമുള്ള ആശയവിനിമയം തിരുത്താനങ്ങൾ മാറ്റാൻ ഒരു പരിധിവരെ സഹായിക്കും. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുകയും ഭാര്യമാർ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുകയും ചെയ്യണം. അതാണ് കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സാമ്പത്തികം, സൗന്ദര്യം, ജോലി, വിദ്യാഭ്യാസം, മറ്റുള്ള കഴിവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകാറ്. അവർ പരസ്പരം കഴിവുകളും കുറവുകളും മനസ്സിലാക്കി അഭിനന്ദിച്ച് മുന്നോട്ട് പോകണം. എഫേസ്യർ 5:26 പറയുന്ന പോലെ സഭ ക്രിസ്തുവിൽ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഒരു വലിയ പ്രാസംഗികൻ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഈ ഭൂമിയിൽ അദ്ദേഹത്തെ പോലെ പരിശുദ്ധൻ ആരുമില്ല. വീട്ടിൽ വന്നാലല്ലേ കാര്യം സ്വഭാവം മനസ്സിലാകത്തുള്ളൂ. നാളത്തേക്കുള്ള പ്രസംഗം പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ് പോകുന്നത്. എന്തായാലും ഭാര്യമാര് കീഴടങ്ങിയിട്ട് ഇറങ്ങണമെന്നാ തോന്നുന്നു. അതാ ഈ ആണുങ്ങളുടെ ഒക്കെ ഒരു വിചാരം. അവരുടെ അടിമകളാ ഭാര്യമാരും. കാണിച്ചില്ല ഈ മറിയാമ്മ അതിന് കിട്ടത്തില്ല. നമുക്ക് നോക്കാം. ഇങ്ങനെ വിചാരിക്കണ്ട. ആള് ഇത്തിരി കലിപ്പിലാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഇതുപോലെ കുറ്റം പറയാനുള്ള പേര് ബാക്കിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഞാനും മോശമല്ല വരുമ്പോ ഞാൻ കാണിച്ചു തരാം. അതിന് പകരമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഞാനത് നോക്കിക്കോളാം. എന്റെ ദൈവമേ, നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രു എന്റെ മേൽ ദയ ഘോഷിക്കും. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. അടിയന്തരങ്ങളിൽ കോമാളിയായ വഷളന്മാരെ പോലെ പഠിക്കുന്നവരെ കർത്താവേ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും. എന്റെ നേരെ വമ്പ് പറയുന്നവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ. എന്റെ ശത്രുവായ ദുഷ്കർമ്മികൾ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ദുഷ്ടരുടെ ഭുജത്തെ നീ ഓടിക്കണമേ. പെട്ടെന്ന് ഒളിയൊന്നും അല്ല ഈ മറിയാമ്മയുടെ ഭുജങ്ങൾ. ആദ്യം നീ എഴുന്നേറ്റിരിക്കെ. വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. എന്റെ ശത്രുക്കളെയൊക്കെ ചെകിട്ടത്തടിക്കണമേ. ഭർത്താവിന് നിന്ദിക്കുന്ന ഭാര്യ ബുദ്ധിയില്ലാത്തവളും ശിക്ഷാവ് ദിവസം തീ നരകത്തിലിട്ട് നിലവിളിക്കുന്നവളും ആകും. അതുകൊള്ളാം, എന്നെ ഇപ്പം ബുദ്ധിയില്ലാത്തവളാക്കി. മൂടന്റെ മുന്നിൽ നിന്ന് മാറിപ്പോവുക. പരിജ്ഞാനമുള്ള അതിരങ്ങൾ നീ അവരെ കാണുകയില്ല. എത്ര സത്യം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വെടിവെക്കും. വെടിവെക്കുന്നു. കണ്ണു കാണുന്നില്ലെങ്കിൽ കണ്ണാടിയൊക്കെ മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെയൊന്നും അല്ല ബൈബിളിൽ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വെടിവെക്കും. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കലും. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകും. യഹോവ പറ്റിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. കലഹത്തിന്റെ ആരംഭം മടപെട്ടി വെള്ളം വിടുന്നത് പോലെയാകുന്നു. ആകയാൽ കലഹമാകും മുമ്പ് തർക്കം നിർത്തിക്കളയുക അല്ല. എല്ലാറ്റിനും ഒരു സമയമുണ്ട്.
സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിൽ കിട്ടും. എന്റെ പ്രിയെ, നീ സുന്ദരി സുന്ദരി തന്നെ. ഞാൻ വഴിക്ക് വാ. പിന്നെ കാട്ടുമുറികളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കനികമാരുടെ മണ്ടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. മറിയക്കുട്ടി, അച്ചായ നമ്മൾ എന്തിനാണ് വഴക്കിട്ടത്? എനിക്കറിയില്ല, നമ്മൾ കേട്ടോ. വചനമായി ചെയ്ത് വഴക്കിടാനാണെങ്കിലും ആ വചനം നമ്മെ സ്നേഹത്തിൽ ഒരുമിപ്പിച്ച് കണ്ടില്ല. അതാണ് വചനത്തിന്റെ ശൈലി. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നമ്മൾ സ്നേഹത്തിന്റെ ഒരു ഗാനം ആലപിക്കാം. അന്യോന്യം സ്നേഹിക്കുവിൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ, അന്യോന്യം സ്നേഹിക്കുവിൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ. സ്നേഹിച്ചു ജീവൻ തന്നവൻ ക്രിസ്തു, മോദമായോതും നീതാ. സ്നേഹിച്ചു ജീവൻ തന്നവൻ ക്രിസ്തു, മോദമായോതും നീതാ. അന്യോന്യം സ്നേഹിക്കുവിൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ, അന്യോന്യം സ്നേഹിക്കുവിൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ.